മക്കളെ, ഇന്ന് നമുക്ക് മേരെ ബച്ചേ കോ സിഖായേം എന്ന അബ്രഹാം ലിങ്കന്റെ ഒരു കത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ സമ്മറി നമുക്ക് നോക്കാം. ഈ പാഠഭാഗം അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ തന്റെ മകന്റെ ഗുരുവിന് എഴുതിയ കത്താണ്. അബ്രഹാം ലിങ്കൺ മകന്റെ ഗുരുവിന് വേണ്ടി എഴുതിയ കത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇതിൽ പറയുന്നത്, ജീവിതത്തിന്റെ പാഠശാലയിൽ നിന്നും നല്ലതിനെ സ്വീകരിക്കാനും മോശമായവയെ തിരസ്കരിക്കാനുമുള്ള പ്രേരണയാണ് ഈ കത്തിലൂടെ അദ്ദേഹം നൽകുന്നത്. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നൽകുന്നത് എന്താണ്? നല്ലതിന് ജീവിതമാകുന്ന പാഠശാലയിൽ നിന്നും നല്ലതിനെ സ്വീകരിക്കുക, ചീത്തതിനെ ബഹിഷ്കരിക്കുക. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം ഗുരുവിന് എഴുതിയതെന്ന്. പ്രിയ ഗുരുജി, സബി വ്യക്തി ന്യായപ്രിയ നിഹി ഹോത്തെ. അദ്ദേഹം പറയാണ്, എല്ലാ വ്യക്തികളും ന്യായപ്രിയരായിരിക്കില്ല, ന്യായം ചെയ്യുന്നവരായിരിക്കില്ല. അബ്രഹാം ലിങ്കൺ തന്റെ മകന്റെ ഗുരുവിന് കത്തെഴുതിയത് ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ന്യായപ്രിയരായിരിക്കില്ല, സത്യസന്ധന്മാരായിരിക്കില്ല. സത്യം പറയുന്നവരും അന്യായം ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ലോകത്തിൽ ക്രൂരന്മാരും തെമ്മാടികളും ഉണ്ടായിരിക്കും, അതോടൊപ്പം മാന്യന്മാരും ഉണ്ടാകും. ചില ഭരണാധികാരികൾ സ്വാർത്ഥരായിരിക്കും, എന്നാൽ ജനങ്ങളുടെ ഹിതമനുസരിച്ചിട്ട്, ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ദേശസ്നേഹികളും ഉണ്ടായിരിക്കും. ശത്രുക്കൾ ഉള്ളപ്പോൾ മിത്രങ്ങളും ഉണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കാൻ കാലതാമസമുണ്ടാകും എന്ന് എനിക്ക് അറിയാം. എന്നാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപയാണെങ്കിൽ ആ 1 രൂപയാണ് മൂല്യമുള്ളതെന്നും വെറുതെ കിട്ടുന്ന നോട്ടുകെട്ടിനേക്കാൾ വളരെ മൂല്യമുള്ളത് അധ്വാനിച്ച് ലഭിക്കുന്ന 1 രൂപയ്ക്കാണ് എന്ന കാര്യം കുട്ടികളെ മനസ്സിലാക്കിക്കണം. തോൽക്കാനും വിജയത്തിൽ സന്തോഷിക്കാനും അവരെ പഠിപ്പിക്കണം. സാധിക്കുമെങ്കിൽ രാഗവിദ്വേഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും കഷ്ടതകളെ സന്തോഷത്തോടെ ദൂരീകരിക്കാനും പഠിപ്പിക്കണം. തെമ്മാടികളെ എളുപ്പം വശത്താക്കാൻ കഴിയുമെന്നും അവനെ കാലതാമസം കൂടാതെ മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യം, നീലാകാശത്തിലൂടെ സ്വച്ഛേഷ്ടം പറക്കുന്ന പക്ഷികൾ, കനകമയമായ വെളിച്ചത്തിൽ മൂളിപ്പറക്കുന്ന വണ്ടുകൾ, മലകളുടെ താഴ്വരകളിൽ വിടർന്നു നിൽക്കുന്ന കാട്ടുപൂക്കൾ, ഇവയെല്ലാം ആസ്വദിക്കാനും കഴിവുള്ളവരാക്കണം. ക്ലാസ്സിൽ കോപ്പിയടിച്ച് വിജയിക്കുന്നതിനേക്കാൾ നല്ലതാണ് പരാജയം എന്നത് അവനെ പഠിപ്പിക്കണം. ആരെല്ലാം തെറ്റുകാരനെന്ന് അവനെ പഴിച്ചാലും സ്വന്തം തീരുമാനത്തിൽ വിശ്വസിച്ച് അടിയുറച്ചു നിൽക്കാൻ അവന് കഴിയണം. ശ്രേഷ്ഠ വ്യക്തികളോട് നല്ല രീതിയിൽ പെരുമാറണം. തെമ്മാടികളെ നിലയ്ക്ക് നിർത്താനും പഠിപ്പിക്കണം. ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിലൂടെ കൂട്ടം കൂടി പോകുന്നവർക്കിടയിൽ നിന്നും മാറിയിട്ട് സ്വന്തം വഴി കണ്ടെത്താനുള്ള ധൈര്യവും നൽകണം. മറ്റുള്ളവരുടെ വാക്കുകളെ ക്ഷമയോടെ കേൾക്കണം. അവയിൽ ശരിയായത് സ്വീകരിക്കാനും തെറ്റായതിനെ തിരസ്കരിക്കാനും അവന് കഴിയണം. സാധ്യമെങ്കിൽ വേദനയിലും ചിരിക്കാൻ അവനെ പഠിപ്പിക്കണം. കരയേണ്ടി വന്നാൽ അതിൽ ലജ്ജ തോന്നേണ്ട കാര്യമില്ല എന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. വിമർശകരെ അവഗണിക്കാനും മുഖസ്തുതിക്കാരെ ഒന്ന് ശ്രദ്ധിക്കാം, മുഖസ്തുതിക്കാരോടൊന്ന് ശ്രദ്ധയോടെ നിൽക്കുന്ന കാര്യവും പഠിപ്പിക്കണം.
സ്വന്തം ശരീരാധ്വാനം കൊണ്ട് ആവോളം സമ്പാദിക്കാൻ കഴിയണം. എന്നാൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കരുത്. അതായത് അഭിമാനം കളഞ്ഞിട്ട് സമ്പാദിക്കരുത് എന്ന കാര്യവും പഠിപ്പിക്കണം. തൻ്റെ നേർക്ക് അലറിയടുക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിലും സത്യത്തിൻ്റെ വിജയത്തിനായിട്ട് പോരാടാനുള്ള ശക്തി അവനിലുണ്ടാകണം. താങ്കൾ സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. എന്നാൽ അധികം സ്നേഹിച്ച് ലാളിച്ച് കുട്ടികളെ വഷളാക്കരുത്. മാനവജാതിയോട് അങ്ങേയറ്റം ബഹുമാനം ഉണ്ടായിരിക്കണം എന്ന ബോധവും കുട്ടികളിൽ വളർത്തിയെടുക്കണം. എൻ്റെ കത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി. ഇവയിൽ ഏതെല്ലാം സാധ്യമാകുമെന്ന് നോക്കാം. അത്രയുമാണ് നിങ്ങൾക്ക് മേരെ അപ്പനെ പത്രമേ ബഹുത്ത് കുച്ച് ലിഖാ ഹെ, ഞാൻ എൻ്റെ കത്തിൽ വളരെ കാര്യങ്ങൾ എഴുതി, ഇതിൽ ഏതെല്ലാം സാധ്യമാകും എന്ന് നോക്കാം. ഇത്രയുമാണ് അബ്രഹാം ലിങ്കന്റെ കത്തിൽ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.